കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഖിൽ ലഹരിക്ക് അടിമയെന്ന് പോലീസ്. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് അന്വേഷണത്തിന് വെല്ലുവിളിയായി. പണം നൽകാത്തതാണ് കൊലപാതകത്തിന് കാരണം. പ്രതിക്ക് ഇതുവരെയും കുറ്റബോധമില്ല. ശ്രീനഗറിലെ പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്താണ് പ്രതിയെ പിടികൂടാനായതെന്നും കൊല്ലം റൂറൽ SP സാബു മാത്യു പറഞ്ഞു. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. മണിയാണ് മെയിൻ മോട്ടീവ്. എല്ലാ ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞ ഒരുമാതിരി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഗഞ്ച, MDMA ഉണ്ട്, സ്റ്റാമ്പ്, LSD സ്റ്റാമ്പ് ഉണ്ട്, കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. മൊബൈൽ ഫോണും കൂടെ ഓഫായതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹസാർഡസ് ടാസ്ക് തന്നെയായിരുന്നു പിടിക്കുക എന്നുള്ളത്. ശ്രീനഗറിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ക്ലൈമറ്റ് കഴിഞ്ഞൊരു 40 വർഷത്തിനിടയിലുള്ള ഏറ്റവും തണുപ്പ് കൂടിയ സമയമാണ്. അതായത് 3-3.5 അടിയോളം തന്നെ ഓരോ റോഡിൽ ഐസ് പാക്കായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെ പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്താണ് അവിടെ ചെന്നത്. വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേർന്നു. ലിജോ, വളരെ സാഹസികമായാണ് ഈ ഒരു പ്രതിയെ പിടിച്ചതെന്ന് പോലീസ് തന്നെ പറയുന്നു. എങ്ങനെയായിരുന്നു ഇയാളെ പിടികൂടിയത്? അതിക്രൂരമായ ഒരു കൊലപാതകം, ഇരട്ട കൊലപാതകമാണ് പ്രതി നടത്തിയെന്നുള്ള വിവരമാണ് പ്രധാനമായും പോലീസ് പങ്കുവയ്ക്കുന്നത്. ചോദിച്ചതുപോലെ തന്നെ ഓഗസ്റ്റ് 16 ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു. അതിനുശേഷം പ്രതി കടന്നു എവിടെയാണെന്ന് കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാത്തതുമായിരുന്നു പ്രധാന വെല്ലുവിളി. പക്ഷേ ഈ ഡിസംബർ ആദ്യ തവണയോടുകൂടെ ഇയാൾ ഡൽഹിയിലുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചു. കാരണം അവിടെ ഒരു ATM നിന്നും അമ്മയുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പൈസ പിൻവലിച്ചതോടെയാണ് അത്തരത്തിൽ വിവരം ലഭിച്ചത്. ഇയാൾ മുൻപ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്തിരുന്ന അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ തന്നെ പരിശോധന നടത്തി. തുടർന്ന് ഇയാളെ കണ്ടയാൾ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രീനഗറിലേക്ക് പോലീസ് എത്തുകയും, അതായത് കുണ്ടറ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, 3 അംഗ പോലീസ് സംഘമാണ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടി 30-ാം തീയതി പിടികൂടിയതിനു ശേഷം ഇന്ന് രാവിലെ 8:30യോടുകൂടെയാണ് കുണ്ടറ സ്റ്റേഷനിൽ എത്തിച്ചത്. അതിനുശേഷം പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് യാതൊരു മനസാക്ഷിയുമില്ലാത്ത അതിക്രൂരമായ ഒരു കൃത്യമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. കഞ്ചാവ് വാങ്ങുന്നതിനായി വീട്ടിൽ പണം ആവശ്യപ്പെട്ടു. മുൻപൊക്കെ ആവശ്യപ്പെട്ട് ബഹളമുണ്ടാകുമ്പോൾ, സ്ഥിരമായി പ്രശ്നമുണ്ടാകുമ്പോൾ അമ്മയൊക്കെ പണം നൽകാറുണ്ട്. പക്ഷേ ഇത്തവണ പണം നൽകാതെ വന്നതോടുകൂടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഈ ഓഗസ്റ്റ് 16-ാം തീയതി പുറത്തേക്ക് പോയിരുന്ന അമ്മയെ ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ സമയത്ത് തന്നെ വീട്ടിലുണ്ടായിരുന്ന മുത്തച്ഛനെയായിരുന്നു ആദ്യം ആക്രമിച്ചത്. ഈ ആന്റണിയെ തലയിൽ ചുറ്റികൊണ്ട് അടിച്ചു വീഴ്ത്തിയതിനു ശേഷം ഇയാൾ അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതായും പോലീസിനോട് പറഞ്ഞു. തുടർന്ന് വീട്ടിലേക്ക് എത്തിയ അമ്മയെയും ക്രൂരം ഇതുപോലെ തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം ഇരുവരുടെയും മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരുടെ മുഖത്ത് ഉളി കൊണ്ട് പലതവണ കുത്തിയതായും പ്രതി തന്നെ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും ഏകദേശം ഓഗസ്റ്റ് 16-ാം തീയതി 2-നും 3-നും ഇടയ്ക്കുള്ള സമയത്ത്, അതായത് ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നടക്കുന്നു. 6 മണി വരെ ഈ പ്രതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കൃത്യം ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് TV കാണുകയും പാട്ട് കേൾക്കുകയും ഒക്കെ ചെയ്തതായും പറയുന്നുണ്ട്. തുടർന്ന് 6 മണിയോടുകൂടി രക്ഷപ്പെട്ട പ്രതിയെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി എത്തിച്ചിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഈ ചെയ്ത കാര്യങ്ങളിൽ യാതൊരു കുറ്റബോധമില്ലാതെയാണ് രാവിലെ നമ്മൾ ഉൾപ്പെടെ അവിടെ ചെല്ലുന്ന സമയത്ത് അയാൾക്ക് ക്യാമറ കാണുമ്പോൾ ഉൾപ്പെടെ അയാൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയായിരിക്കും കാര്യം, ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ 1-2 ദിവസം വിശ്രമിച്ച ശേഷമായിരിക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുക. ആതിര. ശരി, കുണ്ടറ ഇരട്ടക്കൊലപാതക കേസിൽ അതിസാഹസികമായാണ് കൊല്ലം പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രതി ലഹരിക്ക് അടിമയാണെന്നും ഇതുവരെയും പ്രതിക്ക് കൊലപാതകത്തിൽ കുറ്റബോധമില്ലെന്നും SP സാബു മാത്യു വ്യക്തമാക്കിയ വിവരങ്ങൾ നൽകിയത് ലിജോ റോളൻസ് ആയിരുന്നു.